morning, dear children. Today we are going to discuss some problems in exercise 12.3. That is the question number 8 onwards. Okay. Find given a figure in the 8th question. This is the figure. This is a racing track whose left and right ends are semicircular. This is a racing track. 100 meter. 800 മീറ്റർ അങ്ങനെയൊക്കെ ഓടുന്ന കണ്ടിട്ടില്ല ഇങ്ങനെ ചുറ്റും അതാണ് ഇത് റേസിംഗ് ട്രാക്ക് ആണ് ഇതില് രണ്ട് എൻഡും സെമി സർക്കുലർ എൻഡ്സ് ആണ് ഇത് റെക്ടാങ്കുലർ ഷേപ്പ് മിഡിൽ ഷേപ്പ് എന്ന് പറയുന്ന റെക്ടാങ്കുലർ ഷേപ്പും ഇത് സെമി സർക്കുലറും ആണ് രണ്ട് എൻഡ്സും ഓക്കെ then the distance between the two inner parallel line segments is 60 meter ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് 60 മീറ്ററും തന്നിട്ടുണ്ട് ഇന്നർ പാരലൽ ലൈൻസ് അതായത് ഈ അകത്തുള്ള ഈ രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 60 മീറ്റർ then they are each of 106 മീറ്റർ ലോങ് അത് ഈ ഡിസ്റ്റൻസ് 106 ആണെന്ന് തന്നിട്ടുണ്ട് if the track is 10 meter wide ആ ട്രാക്കിന് വിഡ്ത്ത് 10 മീറ്റർ അതായത് ഈ വിഡ്ത്ത് 10 മീറ്റർ ഇവിടെ 10 മീറ്റർ ഇവിടെ എല്ലാം 10 മീറ്റർ ആണ് വിഡ്ത്ത് then find the distance around the track along its inner edge എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഇന്നർ എഡ്ജിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് ഇന്നർ എഡ്ജിലുള്ള ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് എത്ര ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം ഈ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാണുന്നത് ഈ ഇത്രയും പോർഷന്റെ ഏരിയ ഇത്രയും പോർഷൻ ഇത് ആഡ് ചെയ്താൽ മതി അതായത് ഇതെന്ന് പറയുന്നത് 106 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അപ്പം ദിസ് ഓൾസോ 106 അപ്പൊ ഇത് 106 മീറ്റർ ആണ് ഇതും 106 മീറ്റർ ഇതെന്ന് പറയുന്നത് എന്താ സെമി സർക്കിളിന്റെ സർക്കംഫറൻസ് ഇതും സെമി സർക്കിളിന്റെ സർക്കംഫറൻസ് രണ്ട് സെമി സർക്കിളിന്റെ സർക്കംഫറൻസ് വരുന്നു ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് അറൌണ്ട് ദ ട്രാക്ക് ഇസ് ഈക്വൽ ടു 2 into 106 അതായത് ഇവിടെ 106 ഉണ്ട് ഇവിടെ 106 ഉണ്ട് that is 2 into 106 plus 2 into 2 pi r is the circumference of the circle then circumference of the semicircle is equal to pi r that is 2 into pi r that is 2 into 106 is 212 plus 2 into 22 by 7 into radius is 30 212 plus 44 into 30 by 7 that is simplify ചെയ്യുന്നുണ്ട് ഫോർ ഇത് ഫ്രാക്ഷനിലാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ടെക്സ്റ്റ് കിടക്കുന്നത് ചെയ്യുമ്പോൾ 400.5 മീറ്റർ എന്ന് വരും ഇനി then we have to find second one is find the area of the track ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഏരിയ ഓഫ് ദ ട്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഈ ഫുൾ ട്രാക്കിന്റെ ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് ദ ട്രാക്ക് എന്ന് പറയുന്നത് അപ്പം ഇത്രയും പോർഷൻസ് ഏരിയ ഓഫ് ദ ട്രാക്ക് അതായത് ഈ ഫുൾ ട്രാക്കിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത് ഷേപ്പ് വരുന്നത് ഇവിടെ ഒരു റെക്ടാംഗിൾ വരുന്നുണ്ട് ഈ പോർഷൻ ഒരു റെക്ടാംഗിൾ ഷേപ്പാണ് ഈ പോർഷനും ഒരു റെക്ടാംഗിൾ ഷേപ്പാണ് അപ്പൊ രണ്ട് റെക്ടാംഗിൾ ഷേപ്പുള്ള പോർഷൻസ് വരുന്നുണ്ട് ബാക്കിയോ ഇതെന്താ വരുന്നത് ഇത് സർക്കുലർ റിങ് ഇതൊരു സെമി സർക്കിൾ ആണ് രണ്ട് സെമി സർക്കിൾസ് അല്ലെങ്കിൽ രണ്ട് സർക്കിൾസ് കൂടുമ്പോൾ അതായത് ഒരു സർക്കിള് വേറൊരു സർക്കിളും കൂടെ വരുന്നുണ്ട് അതെന്താ സർക്കുലർ റിങ് ആണ് അതുപോലെ ഇവിടെ ഇപ്പം ഇതൊരു സെമി സർക്കിള് ഇതും ഒരു സെമി സർക്കിൾ വരുന്നുണ്ട് സർക്കുലർ റിങ് അതായത് ഏരിയ ഓഫ് ടു റെക്ടാംഗിൾസ് ഏരിയ ഓഫ് ദ ട്രാക്ക് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ടു റെക്ടാംഗുലർ പാർട്ട് രണ്ട് റെക്ടാംഗുലർ പാർട്ടിന്റെ ഏരിയ പ്ലസ് ഏരിയ ഓഫ് ടു സെമി സർക്കുലർ റിംഗ് രണ്ട് സെമി സർക്കുലർ റിംഗിന്റെ ഏരിയ ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നേ ഉള്ളൂ സെമി സർക്കുലർ റിംഗിന്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ ഇവിടെ നോക്കിയേ ഇത് ഇന്നർ പാർട്ട് 60 ആണ് അപ്പം ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 30 ആണ് ഈ 10 മീറ്റർ വിഡ്ത്തും കൂടെ വരുന്നോണ്ടേ 40 വരും ദാറ്റ് ഈസ് capital R is equal to 40 and small r is equal to 30. Capital R എന്ന് പറഞ്ഞാൽ 30 plus 10 വരുമ്പോൾ 40 വരും and capital R, small r is equal to 30.
And then area of the two rectangular path, area of the rectangle L into B, that is 106 length, 10 meter width, that is 2 into 106 into 10 plus pi into capital R square minus small r square. Capital R is 40, small r is 30, 40 square minus 30 square is equal to 2120 plus 22 by 7 into the 4. ഒന്നുകിൽ a plus b into a minus b വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്തത്. 700 ക്യാൻസൽ ആകുന്നുണ്ട്, 100 that is 2120 plus 2200 that is 4320 മീറ്റർ സ്ക്വയർ. അതായത് അതിന്റെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ അതങ്ങ് സർക്കുലർ റിങ്ങും രണ്ട് റെക്ടാംഗിൾസും. ഓക്കെ. Question number 9 is a homework for you. Question number 9 is AB and CD are two diameters of a circle perpendicular to each other and OD is the diameter of the smaller circle. If OA is equal to 7 cm, find the area of the shaded region. Area of the shaded region കാണണമെങ്കിൽ area of the circle ഷെയ്ഡ് ചെയ്ത എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ഏരിയ ഓഫ് ദ സർക്കിൾ പ്ലസ് ഏരിയ ഓഫ് ടു സെഗ്മെന്റ്സ്. മനസ്സിലായോ? ഏരിയ ഓഫ് ടു സെഗ്മെന്റ്സ് പ്ലസ് ഏരിയ ഓഫ് ദ സർക്കിൾ. ആ സ്മോൾ സർക്കിൾ തന്നിരിക്കുന്നത് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. The area of an equilateral triangle ABC is 17,320.5 centimeter square. Given that equilateral triangle area എന്ന് പറയുന്നത് 17,320.5 ആണ്. ഓക്കെ. പിന്നെ vertex of the triangle as center, a circle is drawn with the radius equal to half the length of the side of the triangle. അപ്പൊ ശ്രദ്ധിച്ചേ, ആദ്യം നമുക്ക് ഏരിയ ഓഫ് ദ equilateral triangle is 17,320.5 centimeter square. Then area of the equilateral triangle equation √3 by 4a square. √3 by 4a square is equal to 17,320.5. a square is equal to 17,320.5 into 4 divided by √3 is equal to into 4. പിന്നെ നമുക്ക് ഇവിടെ √3യുടെ വാല്യൂ തന്നിട്ടുണ്ട്. √3 is equal to 1 point. ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് തന്നിട്ടുണ്ട് √3 is equal to 1.73205 തന്നിട്ടുണ്ട്. √3യുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. ദെൻ 17,320.5 ഡിവൈഡ് ബൈ 1.73205. നമുക്ക് താഴത്തെ ഡെസിമൽ മാറ്റുക, 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇല്ല, 1 lakh കൊണ്ട്, അതായത് 5 ഡെസിമൽ പ്ലേസസ് ഉണ്ട്, അപ്പം 5 zeros വരണം. ഡെസിമൽ എല്ലാം മാറ്റി ഞാൻ ചെയ്ത് വന്നപ്പോ എനിക്ക് 40,000 എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് a square is equal to 40,000. Then a is equal to square root of 40,000 is 200. And given that, ഇതാണ് നമ്മുടെ ഫിഗർ. ഇത് 3 സെമി സർക്കിൾസ് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ 3 സർക്കിൾസിന്റെയും കൂടെ ഇടയ്ക്കുള്ള ഭാഗത്തിന്റെ ഏരിയ. ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു സെക്ടർ ഉണ്ട്, ഇവിടെ ഒരു സെക്ടർ ഉണ്ട്, ഇപ്പുറത്തെ ഭാഗത്ത് ഒരു സെക്ടർ ഉണ്ട്. ഈ 3 സെക്ടേഴ്സിന്റെ ഏരിയയിന്ന്, ഈ ട്രയാങ്കിളിന്റെ ഏരിയയിന്ന് ഈ 3 സെക്ടറിന്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഇടയ്ക്കത്തെ പോർഷന്റെ ഏരിയ കിട്ടും. മനസ്സിലായോ? ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായോ? അപ്പൊ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ മൈനസ് ഏരിയ ഓഫ് 3 സെക്ടേഴ്സ്. ഈ 3 സെക്ടറിന്റെ ഏരിയാസ് മൈനസ് ചെയ്താൽ മതി. Given that area of the triangle is equal to 17320.5 and area of 3 sectors is equal to theta by 360 into pi r square. 3 into theta by 360 into pi r square. R is half the side of the equilateral triangle. നമുക്ക് തന്നിട്ടുണ്ട്. Side of the equilateral triangle is 200. Therefore, R is equal to 200 by 2 is equal to 100. That is, and the triangle is an equilateral triangle. Therefore, angle is equal to 60 degree. 3 into 60 by 360 into 3.14 into 100 into 100. That is 17,320.5 minus 15,000. ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് 15,700 എന്ന് കിട്ടും. മൈനസ് ചെയ്യുമ്പം
20.5 meter square. Okay. Question number 11. On a square handkerchief, 9 circular designs, each of radius 7 centimeters, are made. Find the area of the remaining portion of the handkerchief. Then, നമുക്ക് നിങ്ങൾ ടെക്സ്റ്റ് ഫിഗർ നോക്കണം. ഇങ്ങനെ ഇതിപ്പം 3 സർക്കിൾസ് ഉണ്ട്. ഇങ്ങനെ താഴെ 3 സർക്കിൾസ്, അതിന്റെ താഴെ 3 സർക്കിൾസ്, അങ്ങനെ 9 സർക്കിൾസ് ചേർത്ത് വെച്ചിട്ട് ഒരു ഹാൻഡ് കർച്ചീഫ് ഉണ്ട്. ഓക്കെ. ഇനി ഇതിന്റെ ഓരോ സർക്കിളിന്റെയും റേഡിയസ് 7 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. റേഡിയസ് 7 സെന്റിമീറ്റർ ആകുമ്പോൾ ഡയമീറ്റർ 14 സെന്റിമീറ്റർ. ഇത് ഒരു സർക്കിളിന്റെ ഡയമീറ്റർ 14 സെന്റിമീറ്റർ, അടുത്ത സർക്കിളിന്റെ ഡയമീറ്റർ 14 സെന്റിമീറ്റർ, അടുത്ത സർക്കിളിന്റെ ഡയമീറ്റർ 14 സെന്റിമീറ്റർ. ഇത്രയും ലെങ്ത് അല്ലേ ഈ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡയമീറ്റർ, ഈ 3 ഡയമീറ്ററും കൂടെ ചേരുന്നതാണ് ഈ സ്ക്വയറിന്റെ സൈഡ്. മനസ്സിലായോ? അതായത് side of the square is equal to side of the square is equal to 3 into 14 is equal to 42 centimeter. Side of the square. ഇനി ഇതിന്റെ ഇടയ്ക്കുള്ള ഈ പോർഷന്റെ ഒക്കെ എല്ലാ ഇതിന്റെ ഇടയ്ക്കുള്ള പോർഷന്റെ ഏരിയയാണ് നമുക്ക് കാണാൻ തന്നിരിക്കുന്നത്. Then area of the remaining portion is equal to area of the square minus area of 9 circles. That is, area of the square is a square minus 9 circles, that is 9 into pi r square. A square is 42 square minus 9 into pi r square, 22 by 7 into 7 into 7. നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പം 378 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആയോ? ഇത് 42 വന്നത് ഇതിന്റെ ഡയമീറ്റർ റേഡിയസ് 7 ആണ്. അപ്പം ഡയമീറ്റർ 14, ഇവിടെ ഒരു 14, ഇവിടെ ഒരു 14, ഇത്രയുമാണ് സ്ക്വയറിന്റെ സൈഡായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 42. അതുപോലെ തന്നെ താഴോട്ടും 42. ഓക്കെ, ക്ലിയർ ആയോ? Then question number 12 is a homework. പെട്ടെന്നാണ് നിങ്ങൾക്ക് ചെയ്യാൻ, അത് നോക്കി അറിയാം. സെക്ടർ ആണ് തന്നിരിക്കുന്നത്. സെക്ടർ ഏരിയ ഓഫ് ദ സെക്ടർ മൈനസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ കിട്ടും. Then question number 13. A square OABC is inscribed in a quadrant OPBQ. If OA is equal to 20 cm, find the area of the shaded region. ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്ന ഒരു ഷേപ്പ് ഒന്നും ഇല്ലാത്തതാണ്. ഇത്രയും പോർഷനാണ് ഷെയ്ഡഡ് റീജിയൻ. ഇതെന്ന് പറയുന്നത് സെക്ടറിന്റെ ഏരിയ. ഇത് ഫുൾ ഒരു സെക്ടർ ആണ്. ഏരിയ ഓഫ് ദ സെക്ടർ മൈനസ് ഏരിയ ഓഫ് ദ, ഇതില്ല നമുക്ക്, ഇത് ഞാൻ പിന്നെ വരച്ചാണ്. ഏരിയ ഓഫ് ദ സെക്ടർ മൈനസ് ഏരിയ ഓഫ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ കിട്ടും. ഇനി ഏരിയ ഓഫ് സെക്ടർ കിട്ടണമെങ്കിൽ നമുക്ക് റേഡിയസ് വേണം. ഇവിടെ നമുക്ക് റേഡിയസ് തന്നിട്ടില്ല. OB ഈസ് ദ റേഡിയസ് ഓഫ് ദ സെക്ടർ. ഇത്രയും പോർഷൻ അല്ലേ റേഡിയസ് ആയിട്ട് വരുന്നത്. ഈ ലെങ്ത് ആണ് റേഡിയസ് ആയിട്ട് വരുന്നത്. OB ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ആ സർക്കിളിന്റെ റേഡിയസ് ആയിട്ടാണ് OB വരുന്നത്. അപ്പൊ OBയുടെ ലെങ്ത് കണ്ടുപിടിച്ച ദാറ്റ് ഈസ് ദ റേഡിയസ്. ദാറ്റ് ഈസ് OB ഈസ് ഈക്വൽ ടു ദിസ് ഈസ് A. Then 20 square plus 20 square, that is 400 plus 400 is equal to square root of 800. That is 20 root 2. Then area of the shaded portion is equal to area of sector minus area of square. Area of sector is theta by 360 into pi r square minus area of square is a square. 90 by 360 into 3.14 into 20 root 2 into 20 root 2 minus 20 square. നമുക്ക് സോൾവ് ചെയ്ത് വരുന്നുണ്ട് 228 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അതായത് നമുക്ക് ഇവിടെ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ പ്രത്യേകിച്ച് നമുക്ക് ഷേപ്പ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ സ്ക്വയർ, ഈ സെക്ടറിൽ നിന്ന് നമ്മൾ ഈ സ്ക്വയറിന്റെ ഏരിയ അങ്ങ് മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ കിട്ടി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14. ആദ്യം നമ്മൾ ചെയ്ത പോലെ 2 സെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ആ 2 സെക്ടറിന്റെ ഏരിയാസ് മൈനസ് ചെയ്താൽ മതി. അതായത് ഏരിയ ഓഫ് സെക്ടർ AOB മൈനസ് ഏരിയ ഓഫ് സെക്ടർ COD ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെയ്ഡഡ് റീജിയൻ ഏരിയ കിട്ടും. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 15 നിങ്ങൾ ചെയ്ത് നോക്കാം. കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ നമ്പർ 16 എന്ന് പറയുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ഡിസൈൻഡ് റീജിയൻ
common between two quadrants of the circle of radius 8 centimeter each. Radius 8 centimeter തന്നിട്ടുണ്ട്. നമുക്ക് ആംഗിൾ 90 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട് രണ്ടും. ഓക്കെ, ഇനി ഇതിന്റെ മിഡിൽ പോർഷനിൽ തന്നിരിക്കുന്ന ഈ ഷേപ്പ് ആണ് നമുക്ക് ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ആ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനെ ഞാൻ രണ്ടായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. ഇത് ഇത്രയും ഒരു പോർഷനും ഇത്രയും ഒരു പോർഷനും. ഞാൻ ഒന്ന് ഈ ഒരു ഇടയ്ക്കത്തെ ഒരു പോർഷൻ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നേ, മാറ്റുക. ഇപ്പൊ ഇതെന്താ ഷേപ്പ്? ഇത്രയും മാത്രം വരുമ്പോ എന്താ ഷേപ്പ്? ദിസ് ഈസ് എ സെഗ്മെന്റ്. ഇത്രയും പോർഷൻ മാത്രം വരുമ്പോ സെഗ്മെന്റ് അല്ലയോ? ആണല്ലോ. ഇനി ഞാനിത് ഇങ്ങനെ വരച്ചിട്ട് ഈ സെക്ടർ ഈ ക്വാഡ്രന്റ് ആണ് നോക്കുന്നതെങ്കിൽ ഇതും എന്ത് തന്നെയാ? സെക്ടർ തന്നെയാണ്. മനസ്സിലായോ? അതായത് ഈ ക്വാഡ്രന്റ് ആണ്, ഈ സൈഡിലൊക്കെ ക്വാഡ്രന്റ് ആണ് നോക്കുന്നതെങ്കിൽ ദിസ് ഈസ് എ സെഗ്മെന്റ്, ആൻഡ് ഈ ക്വാഡ്രന്റ് ആണ് നോക്കുന്നതെങ്കിൽ ദിസ് ഈസ് എ സെഗ്മെന്റ്. അതായത് രണ്ട് സെഗ്മെന്റ്സിന്റെ ഏരിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കിട്ടും, ഡിസൈൻഡ് പോർഷന്റെ ഏരിയ കിട്ടും. മനസ്സിലായോ? അതായത് ഫസ്റ്റ് ഈ ക്വാഡ്രന്റ് ഇങ്ങനെ ആ ക്വാഡ്രന്റ് വരുന്നത്, ആ ക്വാഡ്രന്റിന്റെ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെയാണത് ഇങ്ങനത്തെ ഈ ഷേപ്പാണ്. ഇപ്പുറത്തെ പോർഷന്റെ വരുന്നോണ്ട് തിരിച്ചിങ്ങനെ വരും. അപ്പം രണ്ട് സെഗ്മെന്റ്സിന്റെ ഏരിയ ആഡ് ചെയ്യുന്നോണ്ട് നമുക്ക് എന്ത് കിട്ടും? ഈ ഡിസൈൻഡ് പോർഷന്റെ ഏരിയ കിട്ടും. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ടു സെഗ്മെന്റ്സ്, ദാറ്റ് ഈസ് 2 into സെഗ്മെന്റ് ഇക്വേഷൻ r square into pi theta by 360 minus 1 by 2 sin theta. 2 into 8 square into 22 by 7 into 90 by 360 minus angle 90 നമുക്ക് തന്നിട്ടുണ്ട്, minus 1 by 2 sin 90. That is 2 into 64 into 22 by 28 minus 1 by 2. But sin 90 is 1. Sin 90 is equal to 1. 2 into 64 into 22 minus 14 divided by 28. That is, answer is 256 by 7 centimeter square. ഇതിനകത്തിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഈസിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഡഡ് പോർഷൻ എന്തെങ്കിലും ഒരു ഷേപ്പ് കാണും, ആ ഷേപ്പിന്റെ ഏരിയാസ് ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ തന്നിരിക്കുന്നത് ഇന്ന് മൈനസ് ചെയ്യുവോ അങ്ങനെ ചെയ്യേണ്ട പ്രോബ്ലംസ് ആയിരുന്നു. അതിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒത്തിരി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഹോംവർക്ക് തന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.